ഹലോ ഗൈസ്, അപ്പോൾ ഇതിപ്പോൾ നമുക്കൊരു അബലോൺ വാട്ടർ പമ്പ് റീപ്ലേസിന് വേണ്ടി വന്നിട്ടുള്ള വണ്ടിയാണ്. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ തെർമോസ്റ്റാറ്റ് ചേഞ്ച് ചെയ്തതാണ്. അപ്പോൾ തെർമോസ്റ്റാറ്റ് ചേഞ്ച് ചെയ്തപ്പോൾ വാട്ടർ പമ്പ് ലീക്കായി. വാട്ടർ പമ്പിൻ്റെ അവിടെ നിന്ന് ചെറിയൊരു ലീക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വാട്ടർ പമ്പ് ഇളക്കാനായിട്ടുള്ള സെറ്റപ്പാണ് ഈ കാണുന്നത്. എൻജിൻ പുള്ളി ഇളക്കണം, എൻ്റെ ബെൽറ്റ് റീപ്ലേസ് ചെയ്യണം, പിന്നെ അതുപോലെ തന്നെ എൻജിൻ മൗണ്ടിങ് റീപ്ലേസ് ചെയ്യണം. 2 ബോൾട്ടൊക്കെ മറ്റേ ടെൻഷനറിൻ്റെ ഇടയിലേക്ക് വന്നെ. ഇത്തിരി അത്യാവശ്യം വലിയൊരു വാട്ടർ പമ്പാണ്. പിന്നെ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന വാട്ടർ പമ്പ്. പുതിയതാണ്, ഡ്യൂപ്ലിക്കേറ്റ് ആണ്, ആഫ്റ്റർ മാർക്കറ്റ്. പക്ഷേ എന്തായാലും അത്യാവശ്യം നല്ലതാണ്. ഗ്യാസ്കറ്റ് ഒറിജിനലാണ്. പിന്നെ സിലിക്കോണ് നമ്മൾ ഡെർക്കോൻ്റെ യൂസ് ചെയ്യണം. പിന്നെ ഇതാണ് എൻജിൻ മൗണ്ടിങ് താഴെ വരുന്നത്. പിന്നെ കൂളൻ്റ് നമ്മൾ കുറഞ്ഞ കൂളൻ്റ് വയ്ക്കണം. 2 ദിവസം കഴിഞ്ഞ് നമ്മൾ വീണ്ടും റീപ്ലേസ് ചെയ്യാനുള്ളത്. പിന്നെ ഇത് നമ്മൾ എയർ എടുക്കുന്ന നിപ്പിളാണ് കേട്ടോ. ഇതൊക്കെ ഫുള്ള് ഇളക്കിയാലാണ് ഇത് ഫുള്ള് പുറത്തേക്ക് വരത്തുള്ളൂ, ഈ ഒരു വാട്ടർ പമ്പ്. അപ്പോൾ അതേ ഈ ഒരു വാട്ടർ പമ്പിൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ കണ്ടോ, ഫുള്ള് ലീക്ക് ഇതൊക്കെ ആയിട്ട് കണ്ടില്ലേ. നമുക്കൊരു ചെറിയൊരു സ്ഥലമുള്ള നമുക്ക് ഈ വാട്ടർ പമ്പ് ഇളക്കിയെടുക്കാനുള്ള സ്പേസ് വളരെ കുറവാണ് ഈ വണ്ടിക്ക്, ഈ മോഡലിനൊക്കെ, V6 മോഡലിനൊക്കെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അവസ്ഥ. ഫുള്ളങ്ങ് തുരുമ്പൊക്കെ കയറി ഫുള്ളകത്തൊക്കെ മാറ്റി. പിന്നെ അതിൻ്റെ എൻജിൻ സീല് എവിടേക്കും കൊണ്ട് മാറ്റി സിലിക്കോണൊക്കെ തേച്ച് കൊണ്ട് വെച്ചേക്കാണ്. പിന്നെ നമ്മൾ ഇപ്പോൾ അതേ വാട്ടർ പമ്പ് റീപ്ലേസ് ചെയ്ത് പുതിയതൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ സിലിക്കോണൊക്കെ തേച്ച് നല്ല അടിപൊളിയാക്കി. ഇനി വേറെ വർക്കൊന്നുമില്ല. ഇനി അപ്പോൾ പുള്ളിയൊക്കെ സെറ്റ് ചെയ്ത് മൗണ്ടിങ് മാറ്റുക, കൂളൻ്റ് ഒഴിക്കുക, വണ്ടി പറഞ്ഞുകൂടാ. ഇതൊക്കെ ഇത്ര ഉണ്ടാവുള്ളൂ. പിന്നെ ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ വർക്ക് എന്ന് പറയാനായിട്ട്. കണ്ടില്ലേ, ഇതിൻ്റെ ഇടയിൽ 2 ബോൾട്ടൊക്കെ ഉണ്ട്. ആ പുള്ളീൻ്റെ ഇടയിൽ, പവർ പമ്പിൻ്റെ ഇടയിലൊക്കെ ഇത്തിരി ടഫായിരുന്നു ഇളക്കാനായിട്ട്. ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ വർക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ഗുഡ് ബൈ.